ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇമേജിനെ നമുക്ക് എങ്ങനെ ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുവന്നിട്ട് ആനിമേറ്റ് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നിലവിൽ ഇവിടെ ഒരു വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വിസിറ്റിംഗ് കാർഡ് നമുക്ക് എന്ത് ചെയ്യണം, ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ഇത് RGB ഫയലാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവന്നാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ലോഗോ ആയിക്കോട്ടെ, ഈ ടെക്സ്റ്റ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്ത് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ നിലവിൽ ഇമേജിൽ വന്നിട്ട് മോഡിൽ വന്നിട്ട് RGB കളർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഡു നോട്ട് മെർജ് കൊടുക്കുന്നു. അതിനുശേഷം ഡു നോട്ട് റാസ്റ്ററൈസ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഫയൽ RGB ഫയലായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്കത് ഈ ഒരു ആഫ്റ്റർ എഫക്ട്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ന്യൂ കോമ്പോസിഷന്റെ പകരം നമ്മൾ നേരെ ഫയൽസിൽ പോയിട്ട് ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം അത് ഇമ്പോർട്ട് ചെയ്യേണ്ട രീതി കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇമ്പോർട്ട് ആസ് എന്നുള്ളത് കൊടുത്തിട്ട് ഫൂട്ടേജ് എന്ന് നമ്മൾ കൊടുക്കരുത്. ഫൂട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിലുള്ള ആ ഫോട്ടോ ആയിട്ടായിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ അതിന്റെ താഴെ നമുക്ക് കോമ്പോസിഷൻ എന്ന് കാണാൻ പറ്റും, ഏറ്റവും താഴെ. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്നു, നമുക്ക് ഓരോ എലമെന്റ്സും നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യം കോമ്പോസിഷൻ റീറ്റെയിൻ ലെയർ സൈസസ് എന്നുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാലായിരിക്കും നമുക്ക് അതിന്റെ ആങ്കർ പോയിന്റ്സ് വരെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടൂല. അപ്പൊ ഞാൻ നിലവിൽ ഓക്കെ കൊടുത്തു. അതിനുശേഷം എഡിറ്റബിൾ ലെയർ സ്റ്റൈൽ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു കോമ്പോസിഷൻ രൂപത്തിലാണ് വിസിറ്റിംഗ് കാർഡ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് താഴെ ലെയറിൽ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡും വന്നിട്ടുണ്ട്, ബാക്ക് സൈഡും വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ എലമെന്റ്സും നമുക്ക് ഇവിടെ ലെയർ ബൈ ലെയർ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇപ്പൊ ലോഗോ നമുക്ക് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലോഗോന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ പൊസിഷനിൽ ക്ലിക്ക് ചെയ്യാം, അതായത് നമ്മുടെ കീബോർഡിലുള്ള ലെറ്റർ P കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എല്ലാ എലമെന്റ്സും, ഓരോ എലമെന്റ്സും നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ സമയത്ത് നമ്മൾ നേരത്തെ കോമ്പോസിഷൻ ആണ് കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരൊറ്റ ആങ്കർ പോയിന്റ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഓരോ എലമെന്റിനും നമുക്ക് ആങ്കർ പോയിന്റ് കിട്ടൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ നിലവിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് ആനിമേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പം ലോഗോന്റെ താഴെ P ക്ലിക്ക് ചെയ്ത് പൊസിഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഫസ്റ്റിലേക്ക് കൊണ്ടിട്ടിട്ട് ഞാൻ അതിനെ ഒന്ന് സൈഡിലേക്ക് നീക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചതായതുകൊണ്ടാണ് കുറച്ച് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി ആനിമേഷനൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. വളരെ എളുപ്പത്തിൽ അത് എന്തായി വരുന്നുണ്ട്, നമ്മൾ ആനിമേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഓരോ എലമെന്റ്സ് ആനിമേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫയൽ ബൈ ഫയലും ഗ്രൂപ്പ് വൈസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കാണുന്നതിന്റെ ഏറ്റവും വലിയ ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. കാരണം നിങ്ങൾ മുന്നേ പഠിച്ചതാണല്ലോ പ്രീ കോമ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ആ പ്രീ കോമ്പോസ് വെച്ചിട്ടാണ് ഇതൊക്കെ വർക്ക്ഔട്ട് ആവുന്നത്. അതായത് ഇതിലുള്ള ഓരോ എലമെന്റ്സും ഇപ്പം ഷേപ്പുകളാണെങ്കിൽ ഷേപ്പുകൾ മാത്രം നമുക്കൊരു ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ നമുക്കിപ്പം ഇതിന്റെ ഫ്രണ്ട് സൈഡിലുള്ള വ്യൂ മാത്രമാണെങ്കിൽ അത് മാത്രം നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ പറ്റും. ഇനി ഓരോ ഗ്രൂപ്പ് വൈസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് വൈസ് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ഈ ഫ്രെയിം, അതായത് ഓരോ പ്രീ കോമ്പോസ് വെച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് പഠിച്ചില്ലേ, ആനിമേറ്റ് ചെയ്യുന്നത് പഠിച്ചില്ലേ, അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെ വർക്ക്ഔട്ട് ആവുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെറിയ ചെറിയ മൊഡ്യൂൾ പോലെയുള്ള കോമ്പോസിഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.